ബിസിനസ് നടത്താൻ ഭയങ്കര താല്പര്യമാണ്, ഇഷ്ടമാണ്. ഇൻഫാക്ട് ഇപ്പം ഒരു ഓൺഗോയിങ് ബിസിനസ് ഉണ്ട്. പക്ഷെ എന്താണെന്നറിയത്തില്ല, കഴിഞ്ഞ 5 വർഷമായിട്ട് നിന്നിടത്ത് തന്നെ നിൽക്കുക. കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം കയറിപ്പോയി. ലാംഗ്വേജൊക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ രക്ഷയില്ല, അടിപൊളിയാണ്. പക്ഷെ എനിക്കെന്തോ മുന്നോട്ട് പോകാനൊരു പേര്. എനിക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്താണ് പറയുന്നത്. ഇമെയിൽ അയക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇമെയിൽ അയക്കണം എന്ന് തന്നെ ഇരിക്കട്ടെ, ഞാൻ എങ്ങനെ അയക്കും? എന്ത് വേർഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്? എന്ത് ഫ്രേസസ് ആണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്, ഉപയോഗിക്കേണ്ടത്? സാധാരണ വലിയ വലിയ കമ്പനീസിനൊക്കെ ഞാൻ ഇമെയിൽ അയക്കാൻ തുടങ്ങുമ്പം എന്താ സംഭവിക്കുക? എനിക്ക് അതിൻ്റെ റൈറ്റ് ഫ്രേസ് അറിയില്ല, എങ്ങനെ എഴുതണം എന്നറിയത്തില്ല. അപ്പം ഞാൻ വിചാരിക്കുന്ന പിന്നെ വേണ്ട, ആ സാധനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു വീഡിയോ കോളിനെ പറ്റിയാണെങ്കിലോ, ഒരു സൂം മീറ്റിംഗ് ആണെങ്കിലോ, 10 പേരുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കേണ്ടി വന്നാലോ, നിങ്ങളൊരു മീറ്റപ്പിന് ചെല്ലുകയാണ്, അവിടെ അനേകായിരം ആളുകളുണ്ട് ബിസിനസ് രംഗവുമായിട്ട് ബന്ധപ്പെട്ട്. ഒരു പക്ഷേ നിങ്ങളുടെ പ്രോജക്റ്റ് അടിപൊളിയായിരിക്കും. നിങ്ങളുടെ പ്രോജക്റ്റ് നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്താൽ ഇഷ്ടം പോലെ ആളുകൾ അതിലേക്ക് ഇൻവെസ്റ്റും ചെയ്യും. പക്ഷേ നിങ്ങളുടെ പ്രോജക്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളെ സ്റ്റേജിലേക്ക് വിളിച്ച് നിങ്ങളുടെ വിഷൻ ഒന്ന് സംസാരിക്കാമോ, ഷെയർ ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ കിടുകിടാന്ന് വിറക്കുകയാണ്. ഇതിനെ ഒന്ന് സ്റ്റേറ്റ് ലെവലിൽ നിന്ന് നാഷണൽ ലെവലിലേക്കും, നാഷണൽ ലെവലിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്കും ഇനി ഞാൻ എന്ത് കൊണ്ടുപോകാനാണ്? വലിയ വിഷനാണ്, വലിയ പ്ലാനിങ് ആണ്, കിട്ടിലം പ്രോജക്റ്റാണ്, നല്ല അടിപൊളി എംപ്ലോയീസും ഉണ്ട്. പക്ഷേ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആളുകൾക്കുൾപ്പെടെ എംപ്ലോയീസിൽ പല ആളുകൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഫോൺ കോൾ വന്നാൽ അതെങ്ങനെ ഡീൽ ചെയ്യണം, ഒരു വീഡിയോ കോൾ വന്നാൽ എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല, എങ്ങനെയാണ് ആളുകളെ കോർഡിനേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലാംഗ്വേജിനെ ഓർഗനൈസ് ചെയ്ത് സംസാരിക്കേണ്ടത്, ഒരു പ്രോ ആയിട്ട് എങ്ങനെ സംസാരിക്കണം, ലാംഗ്വേജിനകത്ത് ചില ഗ്യാപ്പുകളൊക്കെ വരുമ്പം ആ ഗ്യാപ്പിനെയൊക്കെ എങ്ങനെ ഫില്ല് ചെയ്യും, എന്ത് പറഞ്ഞാലാണ് എൻ്റെ ഇംഗ്ലീഷ് കുറച്ചും കൂടെ ബെറ്റർ ആവുന്നത്. വേറൊരു പ്രശ്നം എനിക്കുണ്ട്, ഞാൻ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ഞാൻ പറയുന്നത് എന്തോന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെ എനിക്ക് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും വിത്ത് ക്ലാരിറ്റി? അതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ എങ്ങനെയാണ് ആളുകളോട് അങ്ങോട്ട് ഇടിച്ചു കയറി മിണ്ടാൻ പറ്റുന്നത്? എങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് എങ്ങനെ എൻ്റെ ക്ലയൻസിനെ ഡീൽ ചെയ്യാൻ പറ്റും? കാരണം എൻ്റെ ക്ലയൻസ് കേരളത്തിൽ മാത്രമല്ല, പുറത്തോട്ടുള്ള ക്ലയൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്ക് അവരോട് ഇംഗ്ലീഷിൽ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് എനിക്ക് എക്സ്പ്രസീവ് ആയിട്ട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ് ബിസിനസ് നടത്തുന്ന ആളുകളുടെ ഇടയിൽ. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? സാധാരണഗതിയിൽ ഒരു സെമിനാറോ അല്ലെങ്കിൽ ഒരു സെഷനോ അല്ലെങ്കിൽ ഒരു 1 ഡേ സെമിനാറോ എന്തെങ്കിലും ഒരു കോൺഫറൻസോ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനിതെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും കിട്ടുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പം എന്താണ് ഒരു മാർഗം? ഇവിടെ എല്ലാം വരുന്നൊരു പ്രശ്നം, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമ്മുടെ ഭാഷ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന, ഒരു തവണ കേട്ടാൽ പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിനൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. അത് വേറൊന്നുമല്ല, NumberOne അക്കാഡമി വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവർക്ക് ഈ കോഴ്സുകൾ അവൈലബിൾ ആണ്. അത് ചെന്നൊന്ന് ക്ലിക്ക് ചെയ്ത് ആ കോഴ്സുകളൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് അതൊക്കെ കണ്ട് അടിച്ചു പൊളിച്ച് നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായാലും അങ്ങനെ എന്നെ കൂടി ചെയ്യാം.